നമസ്കാരം. മിഡിസ്റ്റർ തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. വിസ നടപടികൾ ഉദാരമാക്കുന്നതടക്കം ഇന്ത്യയും ഖത്തറും തമ്മിൽ 4 സുപ്രധാന കരാറുകളിൽ ഒപ്പുവെച്ചു. ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തും. തീരുമാനം ഖത്തർ പ്രധാനമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനത്തിനിടെ. കരിപ്പൂർ വിമാനത്താവളത്തെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭം ദേശീയ തലത്തിലേക്ക്. പാർലമെന്റിലേക്ക് പ്രതിഷേധ മാർച്ച് തിങ്കളാഴ്ച. 500-ലധികം പ്രവാസികൾ പങ്കെടുക്കും. സ്വകാര്യ ലോബിയുടെ നീക്കത്തിന് കേന്ദ്രം ഒത്താശ ചെയ്യുന്നത് വിമാനത്താവളത്തെ പിറകോട്ടടിക്കുന്നുവെന്ന് മലബാർ ഡെവലപ്മെന്റ് ഫോറം. സൗദിയിലെ പുതിയ തൊഴിൽ മന്ത്രിയായി അലി അൽ ഗഫീസ് സ്ഥാനമേറ്റു. സ്വദേശീവൽക്കരണം ശക്തമാക്കാനുള്ള നടപടികൾ ശക്തമാക്കുമെന്ന് പുതിയ മന്ത്രി. ഉന്നത പണ്ഡിത സഭ, ശൂറ കൌൺസിൽ എന്നിവ പുനഃസംഘടിപ്പിച്ചു. പ്രഖ്യാപനം സൽമാൻ രാജാവിന്റെ വിജ്ഞാപനത്തിലൂടെ. വിശദമായ വാർത്തകളിലേക്ക്. വിസ നടപടികൾ ഉദാരമാക്കുന്നതടക്കം ഇന്ത്യയും ഖത്തറും തമ്മിൽ 4 സുപ്രധാന കരാറുകളിൽ ഒപ്പുവെച്ചു. ഖത്തർ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷൈഖ് അബ്ദുള്ള ബിൻ നാസർ ബിൻ ഖലീഫ അൽഥാനിയുടെ ഇന്ത്യ സന്ദർശനത്തിനിടെയാണ് കരാറുകളിൽ ഒപ്പുവെച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഖത്തർ സന്ദർശനത്തിന്റെ തുടർച്ചയായാണ് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ നാസർ ബിൻ ഖലീഫ അൽത്താനി ഇന്ത്യയിലെത്തിയത്. ന്യൂഡൽഹിയിലെ ഹൈദരാബാദ് ഹൌസിൽ വെച്ച് ഇരു നേതാക്കളും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചക്കൊടുവിൽ സുപ്രധാന കരാറുകളിൽ ഒപ്പുവെക്കുകയായിരുന്നു. ബിസിനസ് ടൂറിസ്റ്റ് വിസ നടപടികൾ ലഘൂകരിക്കുന്നത് സംബന്ധിച്ച കരാറാണ് ഇവയിലൊന്ന്. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വ്യാപാര ബന്ധം ശക്തിപ്പെടാനും കൂടുതൽ പ്രവാസികൾക്ക് ഖത്തറിലെത്താനും ഇത് അവസരമൊരുക്കും. അതോടൊപ്പം ഖത്തറിലെ വ്യവസായികൾക്ക് ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ അവസരമൊരുക്കുന്ന നിക്ഷേപ സഹകരണ കരാറിലും ഒപ്പുവെച്ചിട്ടുണ്ട്. ഇന്ത്യൻ വ്യവസായികൾക്കും ഇത് ഗുണകരമാവും. മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കൂടുതൽ പ്രയോജനപ്പെടുന്ന രീതിയിൽ നിക്ഷേപകരെ ആകർഷിക്കാൻ കൂടി ഈ കരാർ ലക്ഷ്യമിടുന്നുണ്ട്. സൈബർ കുറ്റകൃത്യങ്ങളിൽ ഇരു രാജ്യങ്ങളുടെയും സുരക്ഷാ ഏജൻസികൾ തമ്മിലുള്ള സഹകരണ കരാറാണ് മറ്റൊന്ന്. ഇതിനു പുറമെ ബഹിരാകാശ ഗവേഷണ രംഗത്ത് സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള ഇന്ത്യ ഖത്തർ കരാറിലും ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ നാസർ ബിൻ ഖലീഫ അൽത്താനിയും നരേന്ദ്രമോദിയും ഒപ്പുവെച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാറുകളിലൊന്ന് സൈബർ കുറ്റകൃത്യങ്ങളിൽ സുരക്ഷാ ഏജൻസികൾ തമ്മിലുള്ള പരസ്പര സഹകരണത്തിൻ്റെതാണ്. സാമൂഹിക മാധ്യമങ്ങളിൽ ഇടപെടുന്ന പ്രവാസികൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്കാണിത് വിരൽ ചൂണ്ടുന്നത്. ദോഹയിൽ നിന്ന് മുജീബ് റഹ്മാൻ, മീഡിയ 1. വിവരങ്ങളുമായി ദോഹയിൽ നിന്നും മുജീബ് റഹ്മാൻ ചേരുകയാണ്. മുജീബ്, ഇരു രാജ്യങ്ങളും തമ്മിൽ 4 സുപ്രധാന കരാറുകളിൽ ഒപ്പുവെച്ചിരിക്കുന്നു. ഇത് ഇരു രാജ്യങ്ങൾക്കും എത്രത്തോളം മുതൽക്കൂട്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അഞ്ജിത, നമ്മൾ വാർത്തയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ നാസർ ബിൻ ഖലീഫ അൽത്താനി ഇന്ന് ഡൽഹിയിലെത്തി 4 കരാറുകളിൽ ഒപ്പുവെച്ചിരിക്കുന്നു. ഈ 4 കരാറുകളിൽ 2 കരാറുകൾ പ്രധാനമായും ഒന്ന് ബിസിനസ് ടൂറിസ്റ്റ് വിസ നടപടികൾ ലഘൂകരിക്കുക, ഉദാരവൽക്കരിക്കുക എന്നുള്ളതാണ്. കൂടുതൽ ആളുകൾക്ക് ഖത്തറിലേക്ക് എത്തിച്ചേരാനുള്ള അവസരം ഇതിലൂടെ വരുന്നു. അതോടൊപ്പം തന്നെ ഖത്തറിൽ നിന്ന് കൂടുതൽ ആളുകൾക്ക് ഇന്ത്യയിലേക്ക് എത്തിപ്പെടാനുമുള്ള അവസരം ഉണ്ടാകുന്നു. ഇത് വ്യാപാര ബന്ധങ്ങൾക്കും മറ്റും ഗുണകരമാവുന്ന തരത്തിലുള്ള ഒരു കരാർ തന്നെയാണ് തീർച്ചയായും. അതേസമയം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിക്ഷേപ സഹകരണ കരാർ കൂടിയാണ്. ഇത് നേരത്തെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഖത്തർ സന്ദർശനത്തിലും അതിനുശേഷം നടന്ന മറ്റു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സംസാരങ്ങളിലും ഉയർന്നു വന്ന ഒരു കാഴ്ചപ്പാട് തന്നെയായിരുന്നു. കൂടുതൽ നിക്ഷേപകരെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുക, അതുപോലെ മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള പദ്ധതികളിലേക്ക് കൂടുതൽ ഖത്തറി നിക്ഷേപകരെ ആകർഷിക്കുക എന്നോടൊപ്പം തന്നെ ഇന്ത്യയിലെ വൻകിട വ്യവസായികൾക്കും മറ്റും ഖത്തറിലേക്ക് അവസരങ്ങൾ തുറന്നു കൊടുക്കുക എന്ന ഒരു ഗുണകരമായ കാര്യം, അല്ലെങ്കിൽ അത്തരം പ്രയോജനപ്പെടുന്ന ഒരു കാര്യം കൂടി ഈ കരാറിലുണ്ട്. അതേസമയം സൈബർ കുറ്റകൃത്യങ്ങളിൽ പരസ്പരം ഇരു രാജ്യങ്ങളുടെയും സുരക്ഷാ ഏജൻസികൾ തമ്മിലുള്ള ഒരു സഹകരണ കരാർ രൂപപ്പെട്ടത് ഒരു പക്ഷേ പ്രവാസികൾക്ക് അവരെ അറിയാത്ത കുരുക്കുകളിൽ ബന്ധപ്പെടാനുള്ള ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഇടപെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ജാഗ്രത ആവശ്യപ്പെടുന്ന ഒരു സന്ദർഭമാണ് ഇത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം 4ാമത്തെ കരാറായ ബഹിരാകാശ രംഗത്തെ ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള സഹകരണ കരാർ ഇന്ത്യയേക്കാൾ ഉപരി ഖത്തറിന് ഏറ്റവും കൂടുതൽ ഗുണകരമാകുമെന്നാണ് നമ്മൾ വിലയിരുത്തുന്നത്. കാരണം ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ അഡ്വക്കേറ്റ് ജാഫർ ഖാനും ഷംസീർ അരിക്കുളവും നമ്മോടൊപ്പം ചേരുകയാണ്. ആദ്യം അഡ്വക്കേറ്റ് ജാഫർ ഖാനിലേക്ക്. ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിലേക്കാണ് 4 കരാറുകൾ ഇന്ന് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള ഒരു ബന്ധത്തിന് ഈ കരാർ മുതൽക്കൂട്ടാവുക? നിലവിൽ ടൂറിസ്റ്റ് വിസ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ബിസിനസ് വിസ നടപടിക്രമങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തുന്നതിലൂടെ ഏറ്റവും കൂടുതൽ നല്ല സന്തോഷവാന്മാരായിട്ടുള്ള ഒരു ജനസമൂഹമാണ് ഇത്. നമ്മുടെ മലയാളികളായിട്ടുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് ഇതിന്റെ അനുകൂലം കിട്ടുമെന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു സംശയമില്ല. കാരണം നിലവിലെ ടൂറിസ്റ്റ് വിസകളോ അല്ലെങ്കിൽ ബിസിനസ് വിസകളോ കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട്.
ആ ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കി ഇന്ത്യയിൽ നിന്ന് ഖത്തറിലേക്കും ഖത്തറിൽ നിന്ന് നാട്ടിലേക്കും സുഗമമായി പോകാനുള്ള ഒരു അവസരം തുറന്നു കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ ഖത്തർ പ്രധാനമന്ത്രി ഈ കരാറിലൂടെ നമുക്ക് നൽകിയിട്ടുള്ള ഒരു സമ്മാനം. ആ സമ്മാനം പ്രവാസി ലോകം വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് സ്വീകരിക്കുന്നത്. മറ്റൊന്ന് നിക്ഷേപ രംഗത്തുള്ള സഹകരണവുമായി ബന്ധപ്പെട്ടാണ്. ഈ മേക്കിംഗ് ഇന്ത്യ പദ്ധതിയിലേക്ക് കൂടുതൽ സംരംഭകരെ നിക്ഷേപകരെ കൊണ്ടുവരുന്നതിലൂടെ നിലവിൽ ഖത്തറായാലും ശരി ഇന്ത്യ ആയാലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില്ലറ സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്നും രക്ഷ നേടാൻ ഈ സാമ്പത്തിക നിക്ഷേപ സഹകരണം കൊണ്ട് സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. മറ്റൊരു വിഷയം സൈബർ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. സൈബർ കുറ്റകൃത്യങ്ങൾ നിലവിൽ ഇന്ത്യക്കാരായിട്ടുള്ള പല പ്രവാസി ആളുകളും ഇത്തരത്തിലുള്ള വളരെ സോഷ്യൽ മീഡിയകളെ ഉപയോഗിച്ചുകൊണ്ട് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയും അതനുസരിച്ച് ശിക്ഷിക്കപ്പെടുകയും പിന്നീട് നാട്ടിലേക്ക് ഒളിച്ചോടുകയും ചെയ്യുന്ന പല സാഹചര്യങ്ങൾ നിലവിലുണ്ട്. അത്തരക്കാരെ ഇനി നാട്ടിൽ ചെന്നാൽ പോലും അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള തരത്തിലേക്ക് ഈ സൈബർ കുറ്റകൃത്യങ്ങള് കരാറ് പ്രവാസി ലോകത്തിലുള്ള എല്ലാ ആളുകളും അല്ലെങ്കിൽ മലയാളികൾക്ക് അത് ദോഷം ചെയ്യും, അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് അത് ദോഷം ചെയ്യും. അത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്ന വ്യക്തികൾക്ക് അതൊരു ബാധ്യതയായി മാറും. നിയമ നടപടികൾ, പ്രോസിക്യൂഷൻ നടപടികൾ നേരിടേണ്ടി വരും എന്നാണ് ആ വിഷയത്തെ സംബന്ധിച്ച് പറയുന്നത്. പിന്നീടൊന്ന് ബഹിരാകാശ രംഗത്തെ സഹകരണമാണ്. ഇതില് മുൻകാലങ്ങളിൽ ഖത്തർ കൂടുതൽ ബഹിരാകാശ ഇടപാടുകൾ നടത്തിയിരുന്നത് അമേരിക്ക പോലുള്ള രാജ്യങ്ങളുമായിട്ടായിരുന്നു. എന്നാൽ നമ്മുടെ സ്പേസ് റിസർച്ച് സെന്ററും അതോടൊപ്പം തന്നെ ഇന്ത്യയിലുള്ള എല്ലാവിധ കമ്പനികളുമായിട്ട് ഇടപെട്ട് ബഹിരാകാശ രംഗത്തെ സഹകരണം ഉറപ്പാക്കുന്നതിലൂടെ വളരെ മികച്ച ഒരു സംഭാവന നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഖത്തറിൽ നിന്ന് ഇന്ത്യക്കും അതിലൂടെ ലഭിക്കും എന്നതിനെ സംബന്ധിച്ച് യാതൊരു സംശയവുമില്ല. ഇത് ഏതായാലും നമ്മുടെ ഖത്തർ പ്രധാനമന്ത്രിയും നമ്മുടെ നാട്ടിൽ വന്ന് ഈ തരത്തിലുള്ളൊരു കരാറ് ഒപ്പുവെച്ചതിലൂടെ ഏറ്റവും കൂടുതൽ ഗുണം അനുഭവിക്കാൻ പോകുന്നത് ഇന്ത്യ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഖത്തറിനും അതിന്റെ വലിയ ഒരു നേട്ടം ഉണ്ടാകും എന്നതിനെ സംബന്ധിച്ച് ഞങ്ങളെല്ലാവരും വലിയ പ്രതീക്ഷയിലാണ്. ശരി, അഡ്വക്കേറ്റ് ജാഫർ ഖാൻ തുടരുക. ഇപ്പോൾ ഷംസീർ അരിക്കുളവും നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ഷംസീർ അരിക്കുളം, വിസ നടപടികൾ ഉദാരമാക്കിയത് ഇരു രാജ്യങ്ങളുടെയും നിക്ഷേപ രംഗത്ത് എത്രത്തോളം ഗുണകരമാകുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഏത് സമീപനങ്ങളെയും ജനങ്ങളുടെ ഗുണകരമാവുന്ന ഏത് സമീപനങ്ങളെയും ആ അർത്ഥത്തിൽ തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ആ ഒരു തരത്തിൽ വിസ ഈ നിലവിലുള്ള ആ ഒരു നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ ആളുകൾക്ക് ഇവിടെ വരാനും ബിസിനസ് പരമായിട്ടുള്ളതും അല്ലാതെയും ഒക്കെ തന്നെയുള്ള സാധ്യതകൾ തുറന്നു വിടുന്നത് തീർച്ചയായിട്ടും അതിനെ അഭിനന്ദനാർഹമാണ് എന്ന തരത്തിൽ തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്. ഇത് പറയുമ്പോൾ തന്നെ ഇവിടെയുള്ള ചെറിയൊരു ആശങ്ക കൂടെ നമ്മൾ ഇതിന്റെ കൂടെ പങ്കുവെക്കേണ്ടതുണ്ട്. കാരണം നാട്ടില് ഇവിടുത്തെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആ അർത്ഥത്തിൽ നമുക്ക് അതിലൊരു ആശങ്കയുമില്ല. പക്ഷേ നമ്മുടെ രാജ്യം, ഇന്ത്യയിൽ നിന്നുള്ള ഭരണാധികാരികൾ നിലവിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം എല്ലാം മനസ്സിലാക്കുമ്പോൾ പ്രത്യേകിച്ച് ഏത് നടപടികൾ ക്രമങ്ങളിലേക്കും നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾ പോകുന്ന സമയത്ത് സ്വാഭാവികമായും അത് പുറത്ത് പറയുന്ന അതേ രൂപത്തിൽ തന്നെ കാര്യങ്ങൾ എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ള ഒരു ആശങ്ക നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നിലവിലുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളും എല്ലാം എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ആ കാര്യങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് നമ്മുടെ പ്രധാനമന്ത്രി വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന അവസരങ്ങളിലെല്ലാം നമ്മുടെ നാട്ടിലെ കുത്തക മുതലാളിമാർക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ വിദേശ സന്ദർശന വേളയിലൊക്കെ തന്നെ അത്തരത്തിൽ നമ്മുടെ രാജ്യത്തെ വലിയ സമ്പന്നരായിട്ടുള്ള ഈ കുത്തക ആളുകളെ കൂടെ കൊണ്ടുപോവുകയും അവർക്ക് സൗകര്യം ഒരുക്കുന്ന തരത്തിലേക്കുള്ള ഒട്ടനവധി കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള വലിയൊരു വിമർശനം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ഇതിൽ പുതുതായിട്ട് വന്നിട്ടുള്ള ഈ സൈബർ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ള ആ ഒരു നിയമം നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ഈ കുറ്റകൃത്യങ്ങളും അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ തന്നെ നമ്മൾ സ്വാഗതം ചെയ്യുമ്പോൾ പോലും നിലവിൽ നമ്മുടെ രാജ്യത്ത് രൂപപ്പെട്ടു വരുന്ന ഒരു ഫാസിസ്റ്റ് രൂപത്തിലേക്ക് അല്ലെങ്കിൽ ഫാസിസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എതിർക്കുന്ന ആളുകളെയൊക്കെ തന്നെ നിയമത്തിന്റെയൊക്കെ തന്നെ കാണാപ്പുറങ്ങളിലൊക്കെ തന്നെ പലതും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിയമത്തെ പോലും ദുരുപയോഗം ചെയ്തുകൊണ്ട് ജയിലിലടക്കുകയും രാജ്യദ്രോഹികളായിട്ട് അവരെ മുദ്രകുത്തി അവരെ ജയിലിലടച്ച് പീഡിപ്പിച്ച് കള്ളക്കേസുകൾ കൊടുക്കുന്ന ഒരു സാഹചര്യം നിലവിൽ നിൽക്കുന്ന സമയത്ത് അതായത് സൈബർ സുരക്ഷാ രംഗത്തെ സഹകരണം പ്രവാസികൾക്കിടയിൽ അത്തരത്തിലൊരു ആശങ്കയിലേക്കാണോ നീക്കുന്നത്? പ്രവാസികൾക്ക് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഗവൺമെന്റിനെതിരായിട്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരായിട്ടോ ഏതൊക്കെ തരത്തിലുള്ള ഒരു ചെറുവിരൽ അനക്കുമ്പോൾ പോലും
അത് രാജ്യദ്രോഹിയാണ് എന്നൊക്കെ ചിത്രീകരിച്ചുകൊണ്ട് എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി നാട്ടിൽ നടത്തുന്ന ഒരു ഫാസിസ്റ്റ് രീതി ഇന്ന് ഏവരും ചർച്ച ചെയ്യപ്പെടുന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ഗവൺമെന്റിനെയോ അല്ലെങ്കിൽ ഭരണാധികാരികളോ ഇന്ത്യൻ ഗവൺമെന്റിനെയോ ഇന്ത്യയിലെ ഭരണാധികാരികളെയോ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ, ഫേസ്ബുക്കിലൂടെയോ മറ്റേതെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ, ഈ നിയമത്തിന്റെ മറവിൽ വേണമെങ്കിൽ അവരെയൊക്കെ തന്നെ ഈ തരത്തിൽ ചിത്രീകരിച്ചുകൊണ്ട് എതിരാളികളുടെ നാവടക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഇവർ നടത്തുമോ എന്നുള്ളതാണ് ഇപ്പൊ നിലവിലുള്ള സാധ്യതകൾ വെച്ചുകൊണ്ട് നമ്മൾ ആശങ്കപ്പെടുന്നത്. ഷംസീർ അരിക്കുളം സൂചിപ്പിച്ചതുപോലെ തന്നെ സൈബർ രംഗത്തെ സഹകരണം പ്രവാസികൾക്കിടയിൽ അത്തരത്തിലുള്ള ഒരു ആശങ്ക തന്നെ നിലനിർത്തുന്നുണ്ട്. ഇപ്പോൾ അഡ്വക്കേറ്റ് ജാഫർ ഖാൻ വീണ്ടും ചേരുകയാണ്. ശ്രീ ജാഫർ ഖാൻ, വ്യാപാര രംഗത്തെ ഈ ഉദാരവൽക്കരണം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലേക്ക് കൂടുതൽ നിക്ഷേപം കൊണ്ടുവരില്ലേ? തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു സഹകരണത്തിലൂടെ മേക്കിംഗ് ഇന്ത്യ പദ്ധതിയിലേക്കും ഇവിടെ നിന്ന് ഇന്ത്യയിലേക്കും ഇന്ത്യയിൽ നിന്ന് ഖത്തറിലേക്കും ഈ ബിസിനസ് വ്യാപിക്കുകയും നല്ല തരത്തിലുള്ള ഒരു വികസനത്തിന് സാധ്യത പ്രത്യേക ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഉണ്ട്. ആ സാഹചര്യം ശരിയായി ഇന്ത്യൻ ഗവൺമെന്റ് ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് വരുമ്പോൾ അതിന്റെ ഒരു സുതാര്യതയും കാര്യങ്ങൾ നേരെ ചൊവ്വ ചെയ്യാനുള്ള അവസരവും ഈ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ചെയ്തു കൊടുക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. വളരെയധികം നന്ദി. ഫ്രഞ്ച് പ്രസിഡന്റ് ഫ്രാങ്കോയിസ് ഹൊളാൻഡ് യുഎഇയിൽ പൈതൃക കേന്ദ്രങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ യുഎഇ പുലർത്തുന്ന താൽപര്യത്തെ പ്രകീർത്തിച്ച ഫ്രഞ്ച് പ്രസിഡന്റ് ഇക്കാര്യത്തിൽ ലോകരാജ്യങ്ങൾ കൂടുതൽ താൽപര്യം പുലർത്തണമെന്നും അഭിപ്രായപ്പെട്ടു. അബുദാബി ലോറെ മ്യൂസിയത്തിൽ സന്ദർശനം നടത്തിയ ഹൊളാൻഡ് പൈതൃക കേന്ദ്രങ്ങളുടെ സംരക്ഷണം പൊതുബാധ്യത തന്നെയാണെന്ന് വ്യക്തമാക്കി. ഫ്രഞ്ച് പ്രസിഡന്റായി വീണ്ടും മത്സരിക്കാനുണ്ടാകില്ലെന്ന് പ്രഖ്യാപിച്ചതിനെ തുടർന്നുള്ള ഹൊളാൻഡിന്റെ ആദ്യ പൊതുപരിപാടി കൂടിയായിരുന്നു അബുദാബിയിലേത്. അടുത്ത വർഷം ഉദ്ഘാടനത്തിനൊരുക്കുമാറ് പണി പൂർത്തിയായി വരുന്ന ലോറെ മ്യൂസിയത്തിലെ സന്ദർശനം ഫ്രഞ്ച് പ്രസിഡന്റിനെ ഏറെ ആഹ്ലാദഭരിതനാക്കി. യുദ്ധങ്ങളും ആഭ്യന്തര സംഘർഷങ്ങളും തുടരുന്ന പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം സമാധാനത്തിന്റെയും സംവാദത്തിന്റെയും സ്വാംശീകരണത്തിന്റെയും മഹത്തായ പ്രതീകം തന്നെയാണ് മ്യൂസിയമെന്നും ഹൊളാൻഡ് പറഞ്ഞു. നാഗരികത പണിതും ചരിത്രത്തോട് ആദരവ് പുലർത്തിയും ഭാവിയെ കണ്ടെത്തുകയാണ് വേണ്ടതെന്നും പ്രതിലോമകാരികളെ അദ്ദേഹം ഓർമ്മിപ്പിച്ചു. യുദ്ധവും ഭീകരതയും സംഘർഷവും മൂലം ഗതികേടിലായ മനുഷ്യരെ സംരക്ഷിക്കുക എന്നതാണ് പ്രധാനം. ഫ്രഞ്ച് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് താൻ പരമപ്രാധാന്യം നൽകുന്നത് സംഘർഷവും കാലാവസ്ഥാ വ്യതിയാനവും ഇരകളാക്കുന്നവരുടെ സംരക്ഷണത്തിനാണ്. ഇതിലൂടെ ചരിത്രവും സംസ്കാരവും നാഗരികതയും തന്നെയാണ് സംരക്ഷിക്കപ്പെടുന്നതെന്നും ഹൊളാൻഡ് ചൂണ്ടിക്കാട്ടി. അബുദാബിയിലെ ഫ്രഞ്ച് വംശജരുമായി സംസാരിച്ച അദ്ദേഹം രാജ്യത്തിന്റെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കുന്നില്ലെന്ന കാര്യവും ആവർത്തിച്ചു. ദുർബലരുടെ സംരക്ഷണം തന്നെയാണ് ഫ്രഞ്ച് പ്രസിഡന്റിന്റെ പരമപ്രധാന ദൗത്യമെന്ന് വ്യക്തമാക്കാനും അദ്ദേഹം മറന്നില്ല. അടുത്ത വർഷം മെയ്യിലാണ് ഹൊളാൻഡ് പ്രസിഡന്റ് പദവിയിൽ നിന്ന് മാറുന്നത്. 2 ദിവസത്തെ യുഎഇ സന്ദർശനത്തിനെത്തിയ ഫ്രഞ്ച് പ്രസിഡന്റ് അബുദാബി പൈതൃക സംരക്ഷണ സമ്മേളനത്തിലും സംബന്ധിക്കുന്നുണ്ട്. മീഡിയ 1 അബുദാബി. യുഎഇയുടെ 45ാമത് ദേശീയ ദിനാഘോഷ ഭാഗമായി ദുബായ് KMCC സംഘടിപ്പിച്ച പരിപാടികൾക്ക് പരിസമാപ്തി. സമാപന പൊതുസമ്മേളനം ദുബായ് താമസ കുടിയേറ്റ വിഭാഗം മേധാവി മേജർ ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയും യുഎഇയും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധം ഏറെ ശക്തമാണെന്ന സന്ദേശം ആവർത്തിച്ചുറപ്പിക്കുന്നതായിരുന്നു ആയിരങ്ങൾ പങ്കെടുത്ത KMCC സമ്മേളനം. അറബ് പ്രമുഖരുടെ സജീവ പങ്കാളിത്തവും പരിപാടിയുടെ പ്രത്യേകതയായിരുന്നു. മുസ്ലിം ലീഗ് ദേശീയ ട്രഷറർ PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടുന്ന നേതാക്കളും ചടങ്ങിൽ സംബന്ധിച്ചു. യുഎഇ നേതൃത്വത്തെ ഇന്നും ലോകം മാതൃകയാക്കാൻ മത്സരിക്കുകയാണെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. തിരുവിതാംകൂർ രാജകുടുംബാംഗം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി വിശിഷ്ടാതിഥിയായിരുന്നു. മുസ്ലിങ്ങൾക്ക് അഭയം നൽകിയതാണ് തിരുവിതാംകൂർ രാജവംശത്തിന്റെ പൈതൃകമെന്നും ക്ഷേത്രം കൊള്ള ചെയ്യാൻ വന്ന സംഘത്തെ മുസ്ലിങ്ങളാണ് തുരത്തിയതെന്നും ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് അവർ വ്യക്തമാക്കി. സമാപന സമ്മേളനത്തിൽ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ മുഖ്യാതിഥിയായിരുന്നു. PK അൻവർ നഹ അധ്യക്ഷത വഹിച്ചു. മാധ്യമപ്രവർത്തകരായ NM അബൂബക്കർ, M ഫിറോസ് ഖാൻ, ധന്യലക്ഷ്മി എന്നിവർക്ക് ചടങ്ങിൽ പുരസ്കാരം വിതരണം ചെയ്തു. PV അബ്ദുൽ വഹാബ്, ഡോക്ടർ MK മുനീർ, സാദിഖ് അലി ശിഹാബ് തങ്ങൾ, റഷീദ് അലി ശിഹാബ് തങ്ങൾ, സുമതി വാസുദേവ്, PA ഇബ്രാഹിം ഹാജി, പുത്തൂർ റഹ്മാൻ, ഇബ്രാഹിം എളേറ്റിൽ, യഹിയ തളങ്കര എന്നിവർ സംസാരിച്ചു. മീഡിയ 1 ദുബായ്. ഖത്തറിൽ പ്രഖ്യാപിച്ച 3 മാസത്തെ പൊതുമാപ്പിന്റെ കാലാവധി അവസാനിച്ചെങ്കിലും നടപടിക്രമങ്ങൾ കുറച്ചു ദിവസത്തേക്ക് കൂടി തുടരുമെന്ന് അനൌദ്യോഗികമായ വിവരം. അനധികൃത താമസക്കാർക്ക് പിഴയോ ശിക്ഷയോ കൂടാതെ രാജ്യം വിടാനായി സെപ്റ്റംബർ 1 മുതൽ ഡിസംബർ 1 വരെയായിരുന്നു പൊതുമാപ്പ് കാലാവധി. എന്നാൽ ഏതാനും ദിവസങ്ങൾ കൂടി ഈ ആനുകൂല്യം പ്രയോജനപ്പെടുത്താനുള്ള അവസരം ലഭിക്കുമെന്നാണ് അറിയുന്നത്. അതേസമയം ഇത് സംബന്ധിച്ചുള്ള ഗവൺമെന്റ് വിജ്ഞാപനം പുറത്തു വന്നിട്ടില്ല. ഏകദേശം 10,000-ഓളം പേരാണ് പൊതുമാപ്പ് ആനുകൂല്യം ഉപയോഗപ്പെടുത്തി സ്വന്തം നാട്ടിലേക്ക് തിരികെ പോയത്. യുഎഇയുടെ 45ാം ദേശീയ ദിനാഘോഷ ഭാഗമായി ഫുജൈറ KMCC പരിപാടി സംഘടിപ്പിച്ചു. ഷൈഖ് അബ്ദുള്ള ബിൻ ഹമദ് ബിൻ സൈഫ് അൽ ഷർഖി ഉദ്ഘാടനം ചെയ്തു.
ഇ ടി മുഹമ്മദ് ബഷീർ MP ആയിരുന്നു മുഖ്യാതിഥി. കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ എന്ന സിനിമയുടെ വിജയാഘോഷം ദുബായിൽ നടന്നു. ഫെസ്റ്റിവൽ സിറ്റിയിൽ നടന്ന ആഘോഷ പരിപാടിയിൽ സംവിധായകൻ നാദിർ ഷാ ഉൾപ്പെടെ സിനിമയിലെ നടീനടന്മാർ പങ്കെടുത്തു. ഗോൾഡ് FM റേഡിയോ അവതാരകൻ ചടങ്ങിന് മേൽനോട്ടം വഹിച്ചു. തുടർന്ന് സിനിമയുടെ പ്രദർശനവും നടന്നു. മലബാർ ഗോൾഡൻ ഡയമണ്ട് ഒമാനിലെ 12ാമത് ഔട്ട്ലെറ്റ് സീപ് സിറ്റി സെന്ററിൽ പ്രവർത്തനം തുടങ്ങി. ഒമാൻ കരകൗശല വ്യവസായ പൊതു അതോറിറ്റി പ്രസിഡന്റിന്റെ ഉപദേശക ഷൈഖ് തമീമ ബിൻ മുഹമ്മദ് സീപ് സിറ്റി സെന്ററിലെ ഷോറൂം ഉദ്ഘാടനം ചെയ്തു. മലബാർ ഗോൾഡൻ ഡയമണ്ട് ഒമാൻ ഡയറക്ടർ ഖമീസ് അൽ മൻദരി, ഒമാനി വിമൻസ് അസോസിയേഷൻ പ്രസിഡന്റ് നൂഫ് അൽ മുഐനി, മലബാർ ഗ്രൂപ്പിന്റെ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ KP അബ്ദുൽ സലാം, സമീ സലി, അബ്ദുല്ല അൽ സബ്, ഡോക്ടർ സൈഫ് അൽ ബുസൈദി, മലബാർ ഗോൾഡൻ ഡയമണ്ട് ഒമാൻ റീജിയണൽ മേധാവി K നജീബ് തുടങ്ങിയവർ പങ്കെടുത്തു. ഒമാനിലെ ഔദ്യോഗിക ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന മാതൃഭൂമി ലേഖിക റജീന മുഹമ്മദ് കാസിമിന് ഇന്ത്യൻ മീഡിയ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. അനന്തപുരി ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ PM ജാബിർ അധ്യക്ഷത വഹിച്ചു. കരാം മാർക്കറ്റിന്റെ MD നാസർ എന്നിവർ ഉപഹാരങ്ങൾ കൈമാറി. റജീന മുഹമ്മദ് കാസിം മറുപടി പ്രസംഗം നടത്തി. ഈ വർഷം ഒക്ടോബർ മുതൽ 2017 ഏപ്രിൽ വരെയുള്ള ടൂറിസം സീസണിൽ ദുബായ് പ്രതീക്ഷിക്കുന്നത് 157 ഉല്ലാസ നൗകകൾ. ദുബായിയുടെ സൗന്ദര്യം നുകരാൻ 6 ലക്ഷം സഞ്ചാരികൾ റാഷിദ് പോർട്ടിൽ ഇറങ്ങുമെന്നാണ് കണക്കുകൂട്ടൽ. കപ്പലുകളുടെയും ടൂറിസ്റ്റുകളുടെയും എണ്ണത്തിൽ വൻ കുതിപ്പാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷം 134 ടൂറിസം ആഡംബര കപ്പലുകളാണ് ദുബായ് തുറമുഖത്ത് നങ്കൂരമിട്ടത്. 30% അധികം സഞ്ചാരികളെയും കണക്കാക്കുന്നു. 2020 സഞ്ചാരികളുടെ എണ്ണം 10 ലക്ഷമായി ഉയർത്താൻ കഴിയുന്ന രീതിയിലെ പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നതെന്ന് ദുബായ് പോർട്ട് വേൾഡ് CEO സുൽത്താൻ അഹമ്മദ് ബിൻ സുലായിം വ്യക്തമാക്കി. UAE മേഖലയിലെ ഏറ്റവും ആകർഷകമായ ആഭ്യന്തര അന്തർദേശീയ ടൂറിസം കേന്ദ്രമായി വളർത്തിയെടുക്കാനുള്ള ശ്രമങ്ങൾക്ക് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷൈഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം നേരിട്ടാണ് നേതൃത്വം നൽകുന്നത്. തുറമുഖത്തെ 2 ടെർമിനലുകളുടെ നിർമ്മാണ ജോലികൾ അടുത്ത വർഷം ആരംഭിക്കും. നിലവിലെ ടെർമിനൽ വിപുലീകരിക്കുകയും പുതിയ ടെർമിനലുകൾ സ്ഥാപിതമാകുകയും ചെയ്യുന്നതോടെ കൂടുതൽ കപ്പലുകളെ സ്വീകരിക്കാൻ തുറമുഖത്തിനാവും. 14,000 സഞ്ചാരികളെ സ്വീകരിക്കാൻ കഴിയുന്ന ലോകത്തെ ഏറ്റവും വലിയ ടെർമിനലാണ് ഇവിടെ ഉയരുക. മീഡിയ 1 ദുബായ്. UAE-യിൽ പുലർക്കാലങ്ങളിൽ മൂടൽമഞ്ഞ് ശക്തിപ്പെടുന്ന സാഹചര്യത്തിൽ വാഹനമോടിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ. ഇന്ന് കാലത്ത് കനത്ത മൂടൽമഞ്ഞാണ് അനുഭവപ്പെട്ടത്. ഇതേ തുടർന്ന് ദുബായ് വിമാനത്താവളത്തിൽ ഏതാനും വിമാനങ്ങളുടെ സമയം പുനഃക്രമീകരിച്ചു. മിടിച്ചവർ പൂർണ്ണമാകുന്നു. ഇനി സ്പെഷ്യൽ എഡിഷൻ പുനഃസംപ്രേഷണം കാണാം. ഗുഡ് നൈറ്റ്.